അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ടാണ് ഈ മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടായിരത്തി 2021 അന്നൊരു പ്രഖ്യാപനം വന്നത് ഈ സർക്കാർ അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്ന് മുതൽ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് 2021 തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കുമെന്നുള്ളതായിരുന്നു സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. എന്നാൽ ഇപ്പോൾ ഇത്രയും വൈകി 2024 അല്ലെങ്കിൽ ഈ 2023 ഡിസംബർ മുതൽ മാത്രം പ്രാബല്യം നൽകി നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സർക്കാരിൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ. അതായത് ഏതാണ്ട് 32 മാസത്തെ ഈ അധികമായി കൊണ്ടുവന്ന ഈ വർധനവ് ആ തുകയുമായി ലഭിച്ച ഏകദേശം 1000 രൂപ എന്നുള്ളതായിരുന്നു വർധനവിനായി പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം 32,000 രൂപ ഓരോ അംഗനവാടി ജീവനക്കാർക്കും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഇത്തരം വർധനവുകൾ, പ്രത്യേകിച്ച് ഈ ശമ്പള വർധനവുകൾ അല്ലെങ്കിൽ വേതനത്തിലേക്കുള്ള വർധനവ് കൊണ്ടുവരുന്ന സമയത്ത് മുൻകാല പ്രാബല്യം നൽകുമ്പോഴാണ് പലപ്പോഴും ജീവനക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ജീവനക്കാർക്കൊക്കെ അതൊക്കെ ഗുണം ചെയ്യുക. ഈ അംഗനവാടി ജീവനക്കാരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഈ ഓണറേറിയം തന്നെ വളരെ കുറവാണ്. അപ്പോൾ നേരത്തെ മുൻകാല പ്രാബല്യം നൽകാമെന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന സംവിധാനത്തിന് ഏതാണ്ട് 32 മാസത്തെ അധിക വേതനം അവർക്ക് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അനു. ശരി പ്രജിത്ത്.